ആസ് ഓഫ് എനിക്ക് ലാസ്റ്റ് റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞപ്പം 3 പേരെ ഒഴിച്ചു ബാക്കിയുള്ളവരെയൊക്കെ രക്ഷപ്പെടുത്തിയെന്നാ എനിക്ക് ലാസ്റ്റ് റിപ്പോർട്ട് കിട്ടി. ലേറ്റസ്റ്റ് അല്ല, ലാസ്റ്റ് റിപ്പോർട്ട്. അപ്പൊ അതനുസരിച്ച് നമ്മുടെ മെയിൻ ഒബ്ജക്റ്റീവ് അവരെ ക്രൂനെ രക്ഷപ്പെടുത്തുകയെന്നായിരുന്നു. അപ്പൊ ക്രൂനെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അടുത്ത നെക്സ്റ്റ് കമ്പനി ഷിപ്പിന്റെ ഓണേഴ്സ് ഉണ്ട്, അവർ പിന്നെ നെക്സ്റ്റ് അവരുടെ സാൽവേജ് ഓപ്പറേഷൻസ് അത് DG ഷിപ്പിങ്ങും ഒക്കെ അവർ തന്നെ കോർഡിനേറ്റ് ചെയ്യും. പിന്നെ എങ്ങനെ ഓയിൽ സ്പില്ലേജ് ഉണ്ടെങ്കിൽ അങ്ങനെയുണ്ടെങ്കിൽ പിന്നെ കോസ്റ്റ് ഗാർഡ് അതിന്റെ നെക്സ്റ്റ് ആക്ഷൻസ് തുടങ്ങുമെന്ന്. ഈ രക്ഷപ്പെടുത്തിയവരെ കുറച്ചു പേര് ഈ കോസ്റ്റ് ഗാർഡ് ഷിപ്പിലുണ്ട്. അവർക്ക് ഫസ്റ്റ് എയ്ഡ് കോസ്റ്റ് ഗാർഡ് ഷിപ്പ് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ രാത്രി ഇപ്പൊ അവർ മെയിൻ ഇത് സെർച്ച് ആൻഡ് റെസ്ക്യൂ ആണല്ലോ. അപ്പൊ ആ ഓപ്പറേഷൻസ് കഴിഞ്ഞിട്ടേ അവർ പറയത്തുള്ളൂ എങ്ങോട്ടാന്ന്. കണ്ടെയ്നർ അതിൽ എന്തോ ഗുഡ്സ് ആണോ അത് ഡേഞ്ചറസ് ഗുഡ്സ് ആണോ എന്ന് ആസ് ഓഫ് നോ അറിയാൻ വയ്യ. അത് പിന്നെ അറിയാൻ പറ്റത്തുള്ളൂ നമുക്ക്. ഇപ്പോൾ നാവികസേന വക്താവ് അതുൽ നമ്മളുടെ റിപ്പോർട്ടർ സഹിൻ ആന്റണിയുമായി സംസാരിച്ചതിന്റെ ശബ്ദരേഖയാണ് കേട്ടത്. 21 പേരെ രക്ഷപ്പെടുത്താനായി ബാക്കി 3 പേരെ ഇനി രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ഇപ്പോൾ നമ്മളോട് വ്യക്തമാക്കിയത്. സഹിൻ ആന്റണിയാണ് നമുക്കൊപ്പം ചേരുന്നത്. സഹിൻ, ഇപ്പോൾ നമുക്ക് വിവരങ്ങൾ എവിടെയെങ്കിലും നിന്ന് ലഭിക്കാൻ സാധിക്കുന്നത് പ്രത്യേകിച്ചും നാവികസേനയിൽ നിന്നുള്ള ആളുകളുടെ അടുത്ത് നിന്നാണ്. അവിടെ നിന്നാണ് ഇപ്പോൾ അതുൽ പ്രതികരിക്കുന്നത്. അതുലിന്റെ പ്രതികരണത്തിൽ നിന്നും നിലവിലെ അവസ്ഥ എന്താണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? നാവികസേന വക്താവ് പറയുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിൽ ആളുകളെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ആശ്വാസകരമായ ഒരു കാര്യം തന്നെയാണ്. 3 പേർ മാത്രമേ ഇനി കപ്പലിൽ ശേഷിക്കുന്നുള്ളൂ. ആ 3 പേരെ കൂടി ഉടൻ രക്ഷപ്പെടുത്താൻ കഴിയുമെന്നൊരു പ്രതീക്ഷ തന്നെയാണ് അദ്ദേഹം വെച്ചു പുലർത്തുന്നത്. അപ്പോഴും കപ്പൽ സേഫാണോ അല്ലെങ്കിൽ കപ്പൽ സുരക്ഷിതമാണോ എന്നുള്ളൊരു കാര്യത്തിൽ നാവികസേനയ്ക്ക് ഉറപ്പു പറയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം. കാരണം ഇത്രയും അധികം അപകടം അല്ലെങ്കിൽ ഇത്രയും അധികം കണ്ടെയ്നറുകൾ വെള്ളത്തിലേക്ക് പോയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആ കണ്ടെയ്നറുകൾ അവിടെ നിന്ന് നീക്കം ചെയ്യുക, ഒപ്പം തന്നെ പൊതുജനങ്ങൾക്ക് പ്രത്യേകിച്ചും തീരമേഖലകളിൽ താമസിക്കുന്ന ആളുകൾക്ക് യാതൊരു വിധത്തിലുള്ള അപകടമോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടോ ഉണ്ടാകാതെ അതെല്ലാം നീക്കം ചെയ്യുക എന്ന് പറയുന്നത് നാവികസേനയെയും തീരദേശ സേനയെയും സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയാണ്. ആ വെല്ലുവിളിയാണ് ഇപ്പോൾ തീരദേശ സേനയും നാവികസേനയും ഏറ്റെടുത്തിരിക്കുന്നത്. അതിന്റെ ആദ്യ പടി എന്ന വണ്ണമാണ് ഇപ്പോൾ അതിലെ ജീവനക്കാരെ 24 പേരിൽ 21 പേരെ രക്ഷപ്പെടുത്തിയിരിക്കുന്നത്. ആ രക്ഷപ്പെട്ട 21 പേർക്കും ഫസ്റ്റ് എയ്ഡ് തുടങ്ങിയ സംവിധാനങ്ങളെല്ലാം തന്നെ ഏർപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. കപ്പലിൽ അവർ സുരക്ഷിതരാണ് എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിവരങ്ങളാണ് നമ്മൾക്ക് ലഭിക്കുന്നത്. ഇനി 3 പേർ കൂടി മാത്രമേ ഈ അപകടം സംഭവിച്ചിട്ടുള്ള കപ്പലിലുള്ളൂ. ആ 3 പേരെ കൂടി രക്ഷിക്കാൻ കഴിയും. അപ്പോഴും കപ്പൽ എങ്ങനെയാണ് സുരക്ഷിതമാക്കാൻ കഴിയുക, അതിനെക്കുറിച്ചുള്ള വലിയ ചർച്ചകൾ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു തീരദേശ സേനയുടെ ഉദ്യോഗസ്ഥർക്കിടയിലും നാവികസേനയുടെ ഉദ്യോഗസ്ഥർക്കിടയിലും എന്നുള്ളതാണ്. ഇന്ന് ഉച്ചയോടുകൂടി തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. കപ്പൽ അപകടത്തിൽപ്പെടുന്നത് ഉച്ചയോടെയാണ്. അപ്പോൾ തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. നാവികസേനയുടെ ഹെലികോപ്റ്ററുകളും തീരദേശ സേനയുടെ ഹെലികോപ്റ്ററുകളും എല്ലാം ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായുണ്ട്. ഡോണിയർ വിമാനങ്ങൾ അടക്കമുള്ളവ രക്ഷാപ്രവർത്തനത്തിനായി ഉപയോഗപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ഈ കപ്പൽ ഇപ്പോഴും സുരക്ഷിതമാണ് അല്ലെങ്കിൽ സുരക്ഷിതമായി എന്ന് പറയാൻ കഴിഞ്ഞിട്ടില്ല. ഒരു ഭാഗത്തേക്ക് ചരിഞ്ഞ നിലയിൽ തന്നെയാണ് കപ്പൽ ഇപ്പോഴും ഉള്ളത്. സ്വാതി.